ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഭാമ ആരതിയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. എന്തിനാണ്? മഹിമേനെ ആരതി ഉരിയാനായിട്ട്. നമ്മുടെ ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്നത് ഭാമയാണ്. അപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഗസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഓർത്തിരുന്നത് എന്തെങ്കിലും ഡാൻസിന്റെ ഒക്കെ സംബന്ധമായിട്ട് ആരെങ്കിലും ഒക്കെ ആയിരിക്കുന്നതാണ്. പക്ഷെ അതൊന്നും അല്ല, നമ്മുടെ മഹിമയാണ്. ഏതായാലും രവീന്ദ്രന് ചിരി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതിനും അപ്പുറമാണ് നമ്മുടെ സച്ചിയാണെങ്കിൽ, ഓ ഇതാണോ ഗസ്റ്റ്, ഓ ഈ ഗസ്റ്റിനെ കണ്ട് വല്ലാണ്ടങ്ങ് ഞെട്ടിപ്പോയി എൻ്റെ അച്ഛാന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുമോനെ, എനിക്കിവിടെ ചിരിക്കാനും വയ്യ ചിരിക്കാതിരിക്കാനും വയ്യാത്തൊരവസ്ഥയാണെന്ന്. ഏതായാലും തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണം. ഇപ്പൊ തന്നെ ഒന്ന് ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ആരതിയൊക്കെ ആയിട്ട് വന്ന് നമ്മുടെ ചന്ദ്ര ആരതിയൊക്കെ മേടിച്ചു കേട്ടോ. ഭാമയുടെ വീട്ടിൽ വെച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മുടെ മഹിമ ചോദിച്ചു, ചന്ദ്രമതി എന്താ ഇതൊക്കെ? ഇന്ന് നീ എൻ്റെ മരുമകളുടെ അമ്മ മാത്രമല്ല, ഇന്ന് എൻ്റെ ഡാൻസ് സ്കൂള് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നീയാ. നിന്നെ ആദരവോടുകൂടി തന്നെ സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഈ ആരതി ഒഴിഞ്ഞ് നിന്നെ അകത്തേക്ക് കയറ്റുന്നത്. വർഷയ്ക്കും സന്തോഷമായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷയുടെ മുഖവും കാണിക്കുന്നുണ്ട്. വർഷ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര മഹിമേനെ ഇങ്ങനെ ആരതി ഒഴിഞ്ഞിട്ട് അകത്തേക്ക് കയറ്റാണ് കേട്ടോ. ഓ എന്തൊരു സന്തോഷം! നമ്മുടെ ചന്ദ്രയ്ക്ക് ഇതിൽ പരം സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നമ്മുടെ ഭാമയോട് പറഞ്ഞു, ഭാമ ഇത് പുറത്തു കൊണ്ട് തട്ട്. ഇത് ഞാൻ തന്നെ ചെയ്യണോ ചന്ദ്രേ? നീ കൊണ്ടു തട്ട് ഭാമ എന്നും പറഞ്ഞ് ഭാമയുടെ കൈ കൊടുത്തു. എന്നിട്ട് മഹിമയെ അകത്ത് കയറ്റി ഇരുത്തി കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നമസ്കാരം മഹിമയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു, അല്ല വർഷയുടെ അച്ഛൻ എന്താ വരാതിരുന്നത്? അതെ, അദ്ദേഹം സ്ഥലത്തില്ല. അപ്പൊ സച്ചി പറഞ്ഞു, ഓ അത് കൊള്ളാലോ. അല്ല, നിങ്ങള് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന സമയം നോക്കി അദ്ദേഹം പെട്ടെന്ന് അപ്രത്യക്ഷനാവൂലേ? അല്ല, എന്ന് ഈ ഡയലോഗ് തന്നെയാണല്ലോ പറയുന്നത്. വർഷയുടെ അച്ഛൻ വീട്ടിലില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, അതെ അതൊക്കെ പോട്ടെ, അപ്പൊ എന്റെ അമ്മയാണല്ലേ ഉദ്ഘാടക? അതേ മോളെ, ഐശ്വര്യമുള്ള കയ്യാ നിന്റെ അമ്മയുടെ. പിന്നെ സുധിയുടെ ഷോറൂമിൽ നിന്ന് ആദ്യത്തെ കച്ചവടം സ്വീകരിച്ചത് നിന്റെ അമ്മയല്ലേ? അതുകൊണ്ട് നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. ആ ഒരു ഐശ്വര്യം നിന്റെ അമ്മയ്ക്ക് ഇല്ലാതിരിക്കുവോ? അപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, ആദ്യം വിറ്റ സാധനം അന്ന് തന്നെ റിട്ടേൺ തന്നല്ലോ. അത് ആര് കാരണമാ? ഈ സച്ചി കാരണമല്ലേ മോനെ സുധി? അവനല്ലെങ്കിലും കുശുമ്പു അസൂയല്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ സുധിയല്ല, മഹിമ പറഞ്ഞു, എന്റെ കുടുംബമാണെന്ന് കരുതിയ ഞാൻ ആ AC കൊടുത്തു വിട്ടത്. പക്ഷെ സച്ചി അത് തിരിച്ചയക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. അതൊക്കെ പോട്ടെ മഹിമ, അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ എന്ന് നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു. അപ്പം ഭാമ പറഞ്ഞു, അതെ, മുഹൂർത്തത്തിന് സമയം, ഇങ്ങനെ സംസാരിച്ചു നിന്നാൽ സമയം പോകും. വന്ന് വിളക്ക് കത്തിക്കണ്ടേ? മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം നടത്തണ്ടേ? അയ്യോ അത് ശരിയാണല്ലോ, ഞാനങ്ങ് മറന്നുപോയി. ഭാ മഹിമേ, വിളക്ക് കൊളുത്താം എന്ന് പറഞ്ഞ് നമ്മുടെ മഹിമേനെ കൊണ്ട് വിളക്കൊക്കെ കൊളുത്തിക്കുകയാണ് കേട്ടോ. ഏതായാലും രേവതി സച്ചിയൊക്കെ ആ സ്പോട്ടിലുണ്ട്, അവിടെ നിപ്പുണ്ട്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ മഹിമ ആദ്യം കത്തിച്ചു. അത് കഴിഞ്ഞ് വർഷേനെ കൊണ്ട് കത്തിപ്പിക്കുന്നു. പിന്നെ ആരെയാ? ശ്രുതിനെ കൊണ്ട് കത്തിക്കുന്നു, ഭാവേനെ കൊണ്ട് കത്തിപ്പിക്കുന്നു. പക്ഷെ നമ്മുടെ രേവതിനെ കൊണ്ട് കത്തിപ്പിക്കാൻ ആരും ശ്രമിക്കുന്നില്ലെന്നല്ല, ചന്ദ്രൻ ശ്രമിക്കുന്നില്ല കേട്ടോ. അപ്പൊ രേവതിയോട് കത്തിക്കാനോ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മുടെ രേവതി മാറി നിൽക്കുകയാണല്ലോ. രവീന്ദ്രൻ ഇത് സമ്മതിക്കുമോ? മാത്രമല്ല സച്ചി പറയത്തൊന്നുമില്ല, കത്തിപ്പിക്കാൻ പറയില്ല. പക്ഷെ രവീന്ദ്രൻ അത് നന്നായിട്ട് അങ്ങ് ഏൽക്കാണ് കേട്ടോ. രവീന്ദ്രൻ പറഞ്ഞു, ഇതെന്താ എല്ലാവരും കത്തിക്കുന്നുണ്ടല്ലോ, ഇത് ശരിയാവത്തില്ല. ദേ നീ എന്താടി ചന്ദ്രൻ നിന്റെ ഈ മരുമകളെ കൊണ്ട് കത്തിക്കാത്തത്? രേവതിനെ കൊണ്ട് എന്താണ് നീ ഭദ്രദീപം കൊളുത്തിപ്പിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ആകെ 5 തിരിയല്ലേ ഉള്ളൂ. ആ 5 തിരി എല്ലാവരും കൂടെ കത്തിച്ചില്ലേ? അപ്പം പിന്നെ പിന്നെ എങ്ങനെയാ ഇനിയിപ്പം ആര് കത്തിക്കാനാ? എങ്ങനെ കത്തിക്കാനാ എന്നിങ്ങനെ ചോദിച്ചപ്പം, ദേ ചന്ദ്രേ, നീ വെറുതെ ഉരുണ്ട് കളിക്കരുത് കേട്ടോ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ലേ രേവതിനെ. നിനക്ക് വേണമെങ്കിൽ രേവതിനെ കൊണ്ട് ഈ ഭദ്രദീപം കൊളുത്തിപ്പിക്കാൻ കഴിഞ്ഞേനെ. പക്ഷെ നീ മനഃപൂർവ്വം ഒഴിവാക്കിയതാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അവിടെ വഴക്കുണ്ടാക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി തന്നെ പറഞ്ഞു, ഹേയ് വേണ്ടച്ചാ വേണ്ട.
അപ്പം സച്ചി പറഞ്ഞു എല്ലാ തിരിയും കത്തിച്ചതല്ലേ, ഇനിയിപ്പം കത്തിക്കണമെങ്കിൽ ഒരു തിരി അണച്ചിട്ട് വേണം കത്തിക്കാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഓ വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, അണച്ചിട്ട് ഇവിടെ ആരും കത്തിക്കാൻ വരണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നീ ചെയ്ത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? 2 മരുമക്കളെ കൊണ്ട് നീ കത്തിച്ചു, രേവതീനെ കൊണ്ട് കത്തിച്ചില്ല, അത് ശരിയല്ല ശരിയല്ല ശരിയല്ല. ഞാൻ എന്ത് ചെയ്യാനാ? വിളക്കിന് 5 മുഖമല്ലേ ഉള്ളൂ, അതിൽ 5 തിരിയും കത്തിച്ചു കഴിഞ്ഞു, ഇനിയിപ്പം വിളക്കിന് മുഖമില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, ആ അമ്മ പറഞ്ഞത് ശരിയാ ശരിയാ. അപ്പൊ സച്ചി പറഞ്ഞു, അച്ഛാ വിളക്കിന് 5 മുഖം മാത്രം ഉള്ളത് കൊണ്ടല്ല, ചില മനുഷ്യർക്ക് 2 മുഖമുണ്ട്, 2 മുഖം, അതുകൊണ്ടാണ് രേവതീനെ കൊണ്ട് കത്തിപ്പിക്കാതിരുന്നതെന്ന്. ഇതങ്ങോട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ഏറ്റു കേട്ടോ. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, അച്ഛൻ ഞാൻ കത്തിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? 5 തിരി നന്നായിട്ട് കത്തുന്നുണ്ടല്ലോ, പ്രകാശിക്കുന്നുണ്ടല്ലോ, അത് മതിയല്ലോ. ഇതിപ്പം ഞാൻ കത്തിക്കുന്നതിൽ ഒന്നും പ്രസക്തി ഒന്നുമില്ല. പിന്നെ മാത്രമല്ല, ഇത് തുടച്ച് ഇതിനകത്ത് എണ്ണയും തിരിയും ഒക്കെ വെച്ചത് ഞാനാ, അത് മതി എനിക്ക്. അത് കത്തി കണ്ടാൽ മതി, അത് തെളിഞ്ഞ് കണ്ടാൽ മതി, അത് അണയാതെ കത്തിയാൽ മാത്രം മതി, അതിലാണ് എൻ്റെ സന്തോഷം ഇരിക്കുന്നത്. അല്ലാതെ എനിക്കത് കത്തിക്കണമെന്നോ ഉദ്ഘാടനം ചെയ്യണമെന്നോ ഒന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, രേവതി അതാണ് പോയിന്റ്, നീ നല്ലൊരു പോയിന്റ് തന്നെയാ പറഞ്ഞത്. വിളക്ക് കത്തിക്കണമെങ്കിൽ അതിൽ എണ്ണയും തിരിയും വേണം. സത്യം പറഞ്ഞാലേ അമ്മയുടെ ഡാൻസ് സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് VIP അല്ല, നമ്മുടെ രേവതിയാ രേവതി. ഇത് കേട്ടത് മഹിമയുടെ മുഖം അങ്ങ് മങ്ങി കിട്ടോ, ചന്ദ്രയുടെ മുഖം അങ്ങ് മങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ചുമ്മാ പോടാ വന്നു, ചുമ്മാ എന്തൊക്കെയോ വിളിച്ചു പറയാ. വിളക്ക് കത്തിച്ച് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത്, അല്ലാതെ വിളക്കിലെ എണ്ണയും തിരിയൊന്നും ഇട്ടിട്ടല്ല ഉദ്ഘാടനം ചെയ്യുന്നത്. ദേ നീ കൂടുതലൊന്നും പറയണ്ട, രേവതി തിരിയിട്ട് എണ്ണ ഒഴിച്ച് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞ് നാളെ മുതൽ അങ്ങനെ ഉദ്ഘാടനം നടക്കും, അങ്ങനെയും നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അയ്യോ നീ പത്രത്തിൽ കൊടുത്തത് തന്നെ വിവരം അറിയും, നീ നിന്റെ ഭാര്യ പത്രത്തിൽ കൊടുക്കാൻ പറ്റിയ സാധനം. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മിണ്ടാതിരുന്നോണം. അപ്പൊ മഹിമ പറഞ്ഞു, ചന്ദ്രമതി നീ ഈ ഒരു പ്രായത്തിൽ സ്കൂൾ തുടങ്ങിയതേ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഈ ഫീൽഡിലെ നീ അറിയപ്പെടുന്ന ഒരാളായി മാറും, നിനക്ക് എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമായി. ചന്ദ്ര പറഞ്ഞു, നീ വന്ന് ഉദ്ഘാടനം ചെയ്തല്ലോ, ഞാൻ വിളിച്ചപ്പോ നീ വന്നല്ലോ, സന്തോഷമായി മഹിമേ. അല്ല ചന്ദ്രമതി, നിന്റെ ആട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്ന് കാണണമെന്നുണ്ട്, നീ ഒന്ന് ആടി കാണിക്കുവോ? അപ്പൊ സച്ചി പറഞ്ഞു, ഒരാഴ്ച വീട്ടിൽ വന്ന് നിൽക്ക്, ദിവസവും ആട്ടം കാണാനായിട്ട് സാധിക്കും, എൻ്റെ അമ്മ നന്നായിട്ട് ആടും. ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രയ്ക്കങ്ങ് എന്തോ പോലെ ഇപ്പൊ ചന്ദ്ര പറഞ്ഞു, അവൻ അങ്ങനെ പലതും പറയും മഹിമേ, നീ അതൊന്നും ഗൗനിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി 2 സ്റ്റെപ്പ് കളിച്ച് കാണിക്കും, കാരണം നീയാണല്ലോ എൻ്റെ ഡാൻസ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് വർഷയും ശ്രീകാന്തും ഒക്കെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, ചന്ദ്ര ഡാൻസ് കളിക്കുന്നൊന്നും അല്ല കേട്ടോ, പിന്നെ നമ്മുടെ രേവതി കാറ് കഴുകിക്കൊണ്ട് നിൽക്കുന്ന കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ രേവതി കാറ് കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോ വന്ന് കണ്ണ് കുത്തുന്നു. ആരാണ്? നമ്മുടെ സച്ചിയാണ് കേട്ടോ. അങ്ങനെ കണ്ണിങ്ങനെ പൊത്തി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി തപ്പി നോക്കിയപ്പോഴത്തേക്കും, ഇതെന്താ സച്ചേട്ടാ ഇത്? ഞാനാ കണ്ണ് പൊത്തിയെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? ഓ ഈ കയ്യെ തൊട്ട മനസ്സിലാവില്ലേ സച്ചേട്ടനെ എന്റെ കണ്ണ് പൊത്തിയത് എന്ന്? പിന്നെ ഇവിടെ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കാനേ വേറെ ആരാ ഉള്ളത്? അല്ല നിനക്ക് പൂ വിൽക്കാൻ പോകണ്ടേ? അതോ ഇനിയിപ്പോ അമ്മയുടെ ഡാൻസ് സ്കൂളിൽ ഉദ്ഘാടനമൊക്കെ പ്രമാണിച്ച് നിനക്ക് ലീവാണോ? ഓ പോണെന്നേ. അല്ല സച്ചേട്ടൻ ഇന്ന് കാർ എടുക്കുന്നില്ലേ? വീട്ടിലിരുന്ന വായിലേക്ക് വല്ലതും പോവോ? അതുകൊണ്ട് കാർ എടുക്കണം. നീ ഇങ്ങി തന്നെ, ഞാൻ കഴുകാം. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ഞാൻ കഴുകി തീർന്നില്ല. ദേ എന്റെ പൊന്നു രേവതി, നീ അതൊക്കെ എവിടെ വെച്ചേ? അല്ല നിനക്ക് വിഷമമായോ രേവതി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, ഇതൊക്കെ എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നതല്ലേ, ഇങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കുന്നത്. അതൊന്നും അല്ല, അമ്മ ഉദ്ഘാടനത്തിന്റെ അവിടെ വെച്ച് അങ്ങനെയൊക്കെ പെരുമാറിയില്ലേ, പാർലറായിട്ട് ഇത്തിനെയും വർഷേനെയും കൊണ്ട് വിളക്ക് കത്തിച്ചിട്ട് അമ്മ നിന്നെ വിളിച്ചില്ല, അതുകൊണ്ട് നിനക്ക് സങ്കടം ഉണ്ടോ? എനിക്ക് നല്ല സങ്കടം തോന്നിയിരുന്നു. എന്റെ പൊന്നു സച്ചേട്ടാ, എനിക്കൊരു വിഷമവും തോന്നിയില്ല. എന്തിന് അമ്മ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത് ആദ്യമായിട്ടാണോ സച്ചേട്ടാ? ഇതൊക്കെ ഞാൻ സ്ഥിരം കാണുന്നതല്ലേ, ഇതൊക്കെ എനിക്കങ്ങ് ശീലമായി. പിന്നെ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാതിരിക്കുമ്പോഴാണ് വിഷമം ഉണ്ടാകുന്നത്. ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലോ, കിട്ടിയില്ലെങ്കിൽ വിഷമം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനൊന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാറില്ല. പിന്നെ പ്രത്യേകിച്ച് അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. സച്ചേണ് അതോർത്ത് സങ്കടപ്പെടുവൊന്നും വേണ്ട. അല്ല രേവതി, നീ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്തവളാന്ന് എനിക്കറിയാം. എന്നാലും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ നിൽക്കുന്ന സച്ചേട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്.
എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട് നീ? എന്താ നീ പ്രതീക്ഷിക്കുന്നത്? അത് കുറച്ച് സ്നേഹം. ആ സ്നേഹം മാത്രം മതി എനിക്ക്. അത് ഇത്തിരി അല്ലല്ലോ, അളവിൽ കഴിഞ്ഞ സ്നേഹം ഞാൻ നിനക്ക് വാരിക്കോരി തരുന്നില്ലേ? ഉം തരുന്നുണ്ട്, എനിക്കറിയാം സച്ചേട്ടാ. ഞാൻ അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എനിക്ക് അത് മാത്രം മതി. സച്ചേട്ടൻ എന്നെ സ്നേഹിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി. അത് കിട്ടിയില്ലെങ്കിലേ ഈ രേവതിക്ക് വിഷമം ഉണ്ടാവുമായിരിക്കും ചിലപ്പം. വേറെ എന്ത് കിട്ടിയില്ലെങ്കിലും ഈ രേവതിക്ക് ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നമുണ്ടോ സച്ചേട്ടന്? ഉം ഒരു പ്രശ്നമില്ല. അത് നിനക്ക് ഒരിക്കലും കിട്ടാതിരിക്കത്തില്ല രേവതി. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ സ്നേഹം നിനക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അത് വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല. ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നതെന്ന് നിനക്കറിയോ? കാർ ഓടിക്കാനും ഭക്ഷണം കഴിക്കാനും. പോടി. ദേ ഞാനേ ജീവിക്കുന്നത് വേറെ വേറൊരു കാര്യത്തിനാ. നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. നിന്നെ സ്നേഹിക്കണം, നിന്നെ സന്തോഷിപ്പിക്കണം, നിന്റെ കൂടെ ഇരിക്കണം, അങ്ങനെ അങ്ങനെ നിന്റെ കൂടെ മാത്രം. അതിനു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഒരു ചെറിയ നാണമൊക്കെ വന്നു കേട്ടോ. നമ്മുടെ സച്ചി ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടൻ ചെല്ല്, ഞാൻ വണ്ടി കഴുകട്ടെ. ദേ ഇങ്ങനെ നിന്നാലേ അത്രയ്ക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിനെ അങ്ങ് മാറ്റി വിടാണ്. ഇതിൽ സച്ചി തല കുലുക്കി അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വീണ്ടും കാർ ഇങ്ങനെ കഴുകാൻ തുടങ്ങുന്നു. ഇടയ്ക്ക് കണ്ണുനീരൊക്കെ വരുന്നുണ്ട് കേട്ടോ. സച്ചിക്കല്ല, രേവതിക്ക് ആനന്ദ കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ രേവതി കാർ കഴുകിക്കൊണ്ട് വീണ്ടും നിൽക്കുകയാണ്. പിന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദ്രനെയാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ ഡാൻസ് സ്കൂളൊക്കെ തന്നെ ഇങ്ങനെ നോക്കി കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണെങ്കിൽ കൊതി തീരുന്നില്ല. നമ്മുടെ ചന്ദ്രയുടെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ കണ്ട് ആസ്വദിക്കുന്നു. അതേ ഫോട്ടോയിൽ തൊട്ടു നോക്കുന്നു. ഓ, വല്ലാത്ത സന്തോഷം, ആത്മസംതൃപ്തി ഒക്കെയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക്. ഇത് കണ്ടിട്ട് ഭാമ പറഞ്ഞു, കൊള്ളാം കൊള്ളാം, നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ചന്ദ്രേ. പിന്നല്ലാതെ അല്ല, സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളി ചാടാൻ തോന്നുക. ദേ ചാടല്ലേ ചാടല്ലേ, തുള്ളിച്ചാടിയാല് കാലിന് എന്തെങ്കിലും പ്രശ്നം വരും. പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കേണ്ടതല്ലേ. ഭാമേ, ഇത്രയും നാളും എനിക്കൊരു അടയാളം ഇല്ലായിരുന്നു. ഇന്നയാളുടെ അമ്മ, ഇന്നയാളുടെ ഭാര്യ എന്നൊക്കെയല്ലേ പറയാറുള്ളത്. ഇനി എല്ലാവരും എന്നെ ഡാൻസ് ടീച്ചറേന്ന് വിളിക്കും. ഓ, അത് കേൾക്കുമ്പോ മനസ്സിലൊരു കുളിർമയാ. ആ അതെ അതെ, ഇനിയിപ്പൊ ഇന്ന് മുതല് നിന്നെ എല്ലാവരും ചന്ദ്രമതി ടീച്ചറേന്നേ വിളിക്കത്തുള്ളൂ. ഭാമേ, നീ എന്നെ അങ്ങനെ ഒന്ന് വിളിച്ചേ, ഞാനൊന്ന് കേക്കട്ടെ. ദേ കൊതി തീരെ. ഞാൻ വിളിക്കാലോ, അതിനിപ്പോ എന്താ, ചന്ദ്രമതി ടീച്ചറേ. ഓ, എന്റെ പൊന്നു, കേക്കുമ്പോ തന്നെ സത്യം പറഞ്ഞ മനസ്സൊന്ന് അറിയൂ എന്റെ ഭാമേ. ഓ, രോമാഞ്ചം രോമാഞ്ചം രോമാഞ്ചം. ദേ രോമാഞ്ചം വന്നത് കണ്ടോ, രോമാഞ്ചം വന്നത് കണ്ടോ. ഓ, അയ്യോ, കേൾക്കുമ്പോ കൊതിയാവുക, കുളിര് വരിക. മാസം വലിയൊരു തുക നിന്റെ കയ്യിൽ വരും. എനിക്ക് വാടക കൃത്യസമയത്ത് തരണം കേട്ടോ. അത് പിന്നെ ഞാൻ തരാതെ ഇരിക്കുവോ ഭാമേ? തരാതിരിക്കും. നിന്നെ എനിക്ക് അറിയില്ല ചന്ദ്രേ. ദേ നീ വേറൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട ഭാമേ. ഞാൻ വാടക കറക്റ്റ് ആയിട്ട് തരും. ഒരു 50 കുട്ടി വന്നാ മതി. മാസം എനിക്ക് 1 ലക്ഷം രൂപ കിട്ടും. നീ ഇങ്ങനെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങിയ കാര്യം ആളുകൾ അറിയുവോ? നല്ല പബ്ലിസിറ്റി വേണം, എങ്കിലേ കുട്ടികൾ വരത്തുള്ളൂ. എന്റെ ഫോട്ടോയൊക്കെ വെച്ച് ശ്രുതി ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട് ഈ ഫോണിലൊക്കെ. പിന്നെ നാട്ടിൽ കണ്ട മതിലും ചുമരിലും ഒക്കെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ഡാൻസ് കളിക്കാൻ കുട്ടികൾ വരുന്നേ. ആ, നാട്ടില് എല്ലാം ഇപ്പൊ കലാബോധം ഉള്ളവരാ ഉള്ളത്. അറിയാലോ, അച്ഛനമ്മമാർക്ക് പിള്ളേർ ഡാൻസ് പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ അച്ഛനമ്മമാരും വിടും. പിന്നെ കൂടുതൽ കുട്ടികൾ വന്ന പ്രശ്നമാകുമല്ലോ ഭാമേ. ഇവിടെ ഒത്തിരി സ്ഥലമില്ലല്ലോ, കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. നമുക്ക് ടെറസിൽ ഒരു പന്തൽ കെട്ടിയാലോ? ഓ, ആദ്യം എത്ര കുട്ടികൾ വരുന്നു നോക്കാം ചന്ദ്ര. അത് കഴിഞ്ഞിട്ട് വേറെ നമുക്ക് പന്തൽ ഇടുന്നതിനെ കുറിച്ചും വേറെ മുറി എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടത്. അല്ലാതെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓ, അതും ശരിയാ. അല്ല, ചന്ദ്രമതി ടീച്ചറല്ലേ പഠിപ്പിക്കുന്നത്. അറിഞ്ഞറിഞ്ഞ് കുട്ടികളെല്ലാം പറന്നെത്തും. ഒരു 10 പേരെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തന്നെ 10 പേരെത്തും. നമുക്ക് നോക്കാം ഇന്ന് 10 പേര് വരുമോ ഇല്ലോ എന്നൊക്കെ എന്നിങ്ങനെ ഭാമ പറയാ. അപ്പോഴത്തേക്കും ചന്ദ്ര വീണ്ടും ആ ഒരു നമ്മുടെ ചന്ദ്രയുടെ തന്നെ ആ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ആ പോസ്റ്റർ പോയി ഇങ്ങനെ നോക്കി നിന്ന് ആസ്വദിച്ച് ആത്മസംതൃപ്തി കൊള്ളുകയാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയും സച്ചിനെയാണ് കേട്ടോ. അപ്പൊ സച്ചി ഇങ്ങനെ റൂമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി തുടച്ച് പൊടിയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അവിടെ ഇരിക്കുക. അപ്പൊ സച്ചി വെച്ചു, എന്ത് പറ്റി? ഇനിയിപ്പം പെണ്ണുമ്പുള്ള അടുത്തില്ലാത്തതിന്റെ സങ്കടമാണോ? ഇനിയിപ്പം അടുത്തില്ലല്ലോ, എന്നും കൂടെ ഉള്ളതല്ലേ. പോ സച്ചി ഒന്ന്. പിന്നെ പകൽ അമ്മ ഇവിടെ ഉണ്ടാവില്ല, ഡാൻസ് സ്കൂളിലായിരിക്കും അമ്മ. ഞങ്ങൾ എല്ലാവരും ജോലിക്കും പോകും. അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാകും. ബോറടിക്കില്ലേ അച്ഛ?
ബോറടിച്ചാൽ ഞാൻ ചന്ദ്രയെ ഫോണിൽ വിളിച്ചോളാം. ഓ ഓ ഓ അങ്ങനെ ഫോണില്. അപ്പം ഫോൺ എടുക്കുവോ? കുട്ടികളെ ഡാൻസ് പിടിക്കുന്ന തിരക്കിലായിരിക്കത്തില്ലേ? ഉം അത് ശരിയാ. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ മാത്രമല്ല ബോറടിക്കുക. ആ എല്ലാവരുടെ ഒപ്പം ഇരിക്കുമ്പോഴും നമുക്ക് ചിലപ്പം ബോറടിച്ചെന്നൊക്കെ ഇരിക്കും. ഓ അത് ശരിയാ അച്ഛൻ പറയുന്നത്. ഉം അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല നീ അവിടെ എന്തെടുക്കുക? ഞാൻ ഇവിടെ തുടയ്ക്കുക. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് കുറെ ബന്ധങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാകും. അവർക്ക് നടുവിലാണ് നമ്മൾ എന്നൊക്കെ തോന്നും. പക്ഷേ അത് ശരിയല്ല. നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ്. നമ്മളെല്ലാവരും ഒറ്റയ്ക്കാ ജീവിക്കുന്നത്. സത്യത്തില് എല്ലാ മനുഷ്യരും തനിയല്ലേ മോനെ ജീവിക്കുന്നത്. അച്ഛ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ എന്ത് ഭംഗിയായിട്ട് അച്ഛൻ സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാ തോന്നുന്നത്? ഉം ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നതല്ല, ഇതൊക്കെ അനുഭവമാ മോനെ, അനുഭവം. ഇത്രയ്ക്ക് അനുഭവം എന്റെ അച്ഛനുണ്ടോ അച്ഛ? ആ എനിക്കുണ്ട്. ഇത്ര നല്ല അനുഭവം എനിക്കുണ്ട്. നല്ല അനുഭവവും ചീത്ത അനുഭവവും ഒക്കെ എല്ലാ മനുഷ്യരുടെയും മനസ്സിലും ഒക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവരും ആ ഒരു അനുഭവത്തിലൂടെയാണ് മോനെ കടന്നു പോകുന്നത്. നീ എന്താ വിചാരിച്ചത് ഞാൻ കൊച്ചുകുട്ടിയാണെന്നാണോ? അല്ല ആണോ? ഏയ് എന്റെ അച്ഛൻ ഒന്നൊന്നര പുള്ളിയാണെന്ന് എനിക്കറിയത്തില്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നിട്ട് ചായയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ദേ രേവതി, നീ ഇങ്ങനെ അച്ഛന് കൂടെ കൂടെ ചായ കൊടുക്കല്ലേ, പിന്നെ അച്ഛൻ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞതല്ലേ, രേവതി മോള് രക്ഷപ്പെട്ടു. ഇനി ചന്ദ്രയുടെ വഴക്ക് കേൾക്കണ്ടല്ലോ, സമാധാനത്തോടെ വീട്ടിൽ കഴിയാലോ. പിന്നെ അങ്ങനെയൊന്നും അല്ല അച്ഛാ, രേവതിക്ക് അമ്മയുടെ വഴക്ക് കേട്ടില്ലെങ്കിലേ ഉറക്കം വരത്തില്ല. അത് ശരിയാ. ചന്ദ്രയ്ക്ക് രേവതിനെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അതുപോലെ രേവതി മോൾക്ക് ചന്ദ്രയുടെ വഴക്ക് കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇപ്പൊ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോ രേവതി പറഞ്ഞു, അതൊക്കെ രാത്രി വരുമല്ലോ, അപ്പം എനിക്ക് കിട്ടാനുള്ളത് കിട്ടിക്കോളും. അതൊന്നും അല്ല രേവതി, കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച് മടുത്തായിരിക്കും വരുന്നത് അമ്മ. അപ്പൊ പിന്നെ സമയം കിട്ടിയെന്ന് വരത്തില്ല, ടയേർഡ് ആയിരിക്കില്ലേ. പിന്നെ നീ ഒരു കാര്യം ചെയ്യ, പൂ വിറ്റിട്ട് തിരിച്ച് നീ ഡാൻസ് ക്ലാസ്സിൽ കയറണം. അപ്പോഴത്തേക്കും നിനക്ക് അവിടുന്ന് വയറ് നിറച്ച് കിട്ടിക്കോളും. അതല്ലേ നല്ലത്. എന്റെ സച്ചേട്ട പോവെന്ന്. അല്ല, ഡാൻസ് ക്ലാസ് നന്നായിട്ട് പോവായിരിക്കും അല്ലേ അച്ഛാ? ചന്ദ്രയല്ലേ ടീച്ചറ്. എങ്ങനെ പോകുന്ന ദൈവം തമ്പുരാന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയിട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, അമ്മ ഒരു 50 കുട്ടീനെയാ പ്രതീക്ഷിക്കുന്നത്, മാസം 1,00,000 രൂപ വരുമാനം. ഓ ഇത്രയും പേരൊക്കെ വരുമായിരിക്കും അല്ലേ? ദൈവത്തിനറിയാം എന്റെ പൊന്ന് സച്ചേട്ട വരുവോ വരില്ലയോ എന്നൊക്കെ. ദൈവത്തിനറിയാം. നമുക്ക് നോക്കാം. അമ്മയുടെ പ്രതീക്ഷയൊക്കെ തെറ്റുവോ എന്തോ. വന്ന ആ ഭാഗ്യം. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അങ്ങ് പോയി. സച്ചി വീണ്ടും തൊട. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയിലെയാണ് കേട്ടോ. ചന്ദ്ര ഭാമയുടെ വീട്ടിലിരുന്ന് ഉറക്കം തൂങ്ങുകയാണ്. ഇതുവരെ ഒരു കുട്ടി പോലും ചേരാൻ വന്നിട്ടില്ല. അപ്പോഴത്തേക്കും ഭാമ വന്നിട്ട് പറഞ്ഞു, അല്ല ഇതെന്ത് പറ്റി ചന്ദ്ര, നീ കിടന്ന് ഉറങ്ങുന്നത്? ഡാൻസ് പഠിപ്പിക്കാൻ വന്നിട്ട് നല്ല ഉറക്കത്തിലാണല്ലോ നീ. ഭാമയെന്നല്ല ചന്ദ്ര എന്ന് പെട്ടെന്ന് വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട്, ആരെങ്കിലും വന്നോ ഭാമേ? ഇതുവരെ ആരും വന്നിട്ടില്ല ചന്ദ്രൻ. ഇന്നൊരു 10 പേര് വരുന്ന ഞാൻ കരുതിയത്, ആരും ഇതുവരെ വന്നില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യുക? കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന് പുറത്തൊരു കോളിംഗ് ബെല്ല് കേട്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറഞ്ഞു, കോളിംഗ് ബെല്ല് കേൾക്കുന്നു, കുട്ടിയെ ചേർക്കാൻ ആള് വന്നെന്നാ തോന്നുന്നത്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിക്ക് ഞാൻ ഒന്ന് സെറ്റപ്പ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാരിയൊക്കെ എടുത്ത് മുമ്പിലേക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലെ ഇങ്ങനെ കെട്ടി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ വാതിൽ തുറക്കാൻ പോയി. ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.